IPL എലിമിനേറ്റർ ഇന്നലെ അവസാനിച്ചപ്പോൾ വിജയത്തോടെ മുംബൈ ക്വാളിഫയർ 2ലേക്ക് പോകുന്നതാണ് കണ്ടത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ വളരെ വ്യത്യസ്തമായ രണ്ട് പിച്ചായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മുള്ളൻപൂരിൽ കിട്ടിയത്. RCB മാച്ചിൽ ബൗളേഴ്സിന് സപ്പോർട്ട് കിട്ടിയപ്പോൾ ഇന്നലെ ഒരു പക്ക ബാറ്റിംഗ് ട്രാക്കായിരുന്നു മത്സരത്തിന് വേണ്ടി ലഭിച്ചത്. പവർ പ്ലേയിൽ തന്നെ രോഹിത്തിന് 2 ലൈഫ് കൊടുത്ത് GT ഗെയിം കൈവിട്ടപ്പോൾ തകർപ്പൻ സ്റ്റാർട്ടായിരുന്നു രോഹിത്തും ബെയർസ്റ്റോയും മുംബൈക്ക് കൊടുത്തത്. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 79 MA അടിച്ചുകൂട്ടിയത്. അത് കഴിഞ്ഞ് ബെയർസ്റ്റോ പുറത്തായപ്പോൾ രോഹിത് ശരിക്കും അറ്റാക്ക് ഏറ്റെടുത്തു. സൂര്യൻ നല്ല സപ്പോർട്ട് രോഹിത്തിന് കൊടുത്തപ്പോൾ താരം 25-ൽ നിന്നപ്പോൾ അടുത്ത ക്യാച്ചും നഷ്ടപ്പെടുത്തി ഒരു ലൈഫ് സൂര്യയ്ക്ക് കൊടുത്തിരുന്നു. ഒടുവിൽ രോഹിത് ഔട്ടായപ്പോൾ 16-ാം ഓവറിൽ 186-ലേക്ക് മുംബൈ എത്തിയിരുന്നു. തിലകും ഹാർദിക്കും ക്യാമിയോ ഇന്നിംഗ്സുകൾ കളിച്ചതോടെ 228-5 എന്ന നിലയിലാണ് മുംബൈ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. GTയെ നോക്കിയാൽ അവരുടെ ഫീൽഡിംഗ് ഒന്നുകൊണ്ട് മാത്രമാണ് ടീം തോറ്റത് എന്ന് മാച്ച് കണ്ട എല്ലാവർക്കും സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. താരങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടും മുംബൈ എടുത്തത് 228 ആയിരുന്നു. GT തോറ്റതാണെങ്കിൽ 20 റൺസിനും. 81 റൺസ് എടുത്ത രോഹിത് 12-ലും 3-ലും നിന്നപ്പോൾ ഓരോ ഡ്രോപ്പ്, 33 എടുത്ത സൂര്യ 25-ൽ നിന്നപ്പോൾ ഒരു ഡ്രോപ്പ്. അതുതന്നെ ഇക്വേഷൻ മിനിമം 80 റൺസിന് മുകളിലേക്ക് എത്തിച്ചു. GTയെ സംബന്ധിച്ച് ഗെയിം അവിടെ തന്നെ പോയി. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗിൽ ആദ്യ ഓവറിൽ തന്നെ പുറത്തായപ്പോൾ ഒരു 1-സൈഡഡ് ഗെയിമായിരുന്നു നടക്കാൻ പോകുന്നത് എന്ന സൂചന വന്നിരുന്നു. എന്നാൽ 3-ാം ഓവറിൽ സുദർശൻ 21 അടിച്ച് അറ്റാക്ക് ഏറ്റെടുത്തതോടെ മുംബൈയുടെ കൺട്രോളിൽ നിന്നും മാച്ച് സ്ലിപ്പാകാൻ തുടങ്ങി. പിന്നെ വന്ന 10 ഓവറിൽ ബ്രില്യൻ ബാറ്റിംഗ് ആയിരുന്നു സുദർശൻ, കുശാൽ മെൻഡിസ്, സുന്ദർ താരങ്ങൾ നടത്തിയത്. മെൻഡിസ് ഹിറ്റ് വിക്കറ്റായി മടങ്ങിയപ്പോൾ 64 റൺസിന്റെ പാർട്ണർഷിപ്പ് വന്നിരുന്നു. 3-ാം വിക്കറ്റിൽ അത് 84-ലേക്ക് വരുന്നപ്പോൾ 13 ഓവർ കൊണ്ട് 148-ന് 2 എന്ന നിലയിലേക്ക് GT എത്തി. അവിടുന്ന് ഒരു ഈസി വിജയം GTക്ക് കിട്ടുമെന്ന് തന്നെ കരുതിയിരുന്നു. എന്നാൽ അവിടെയായിരുന്നു മുംബൈയുടെ ഒരു ടാക്ടിക്കൽ ബ്രേക്ക് വന്നത്. 13-ാം ഓവറിൽ ബോൾട്ടിനെതിരെ 18 അടിച്ച് ടോട്ടൽ കൺട്രോളിൽ GT നിന്നപ്പോൾ ആ ഓവർ കഴിഞ്ഞ് സൂര്യ മെഡിക്കൽ അറ്റൻഷൻ ആവശ്യപ്പെട്ടത് ഒരു ബ്രേക്ക് മത്സരത്തിൽ കൊണ്ടുവന്നിരുന്നു. സൂര്യയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്നത് അത്യാവശ്യം സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈസിയായി ഊഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. കാരണം തൊട്ടടുത്ത ഓവർ എറിയാൻ വന്നത് ബുംറയായിരുന്നു. സോ ടൈം ഔട്ട് എടുക്കാതെ ഒരു ബ്രേക്ക് കൊണ്ടുവന്ന് മൊമെന്റം നശിപ്പിക്കുക, ശേഷം ബെസ്റ്റ് ബോളറെ അടുത്ത ഓവറിൽ കൊണ്ടുവരിക എന്നതായിരുന്നു മുംബൈയുടെ പ്ലാൻ. അത് 100% വർക്കായപ്പോൾ കറക്റ്റ് ആ ഓവറിൽ സുന്ദർ ഔട്ടായി. അവിടുന്ന് പതിയെ ഗെയിം ഡ്രിഫ്റ്റ് ആകാൻ തുടങ്ങി. സുദർശൻ കീ വിക്കറ്റ് ആയപ്പോൾ 16-ാം ഓവറിൽ റാമ്പ് ഷോട്ട് കളിക്കാൻ നോക്കി താരം ബൗൾഡായതോടെ ഗെയിം മുംബൈയുടെ കൺട്രോളിലേക്ക് വന്നു. അശ്വിനി കുമാർ ഒരു നല്ല ഫോളോ അപ്പ് ഓവറും അത് കഴിഞ്ഞ് ബുംറ വന്ന് ഒരു 9 റൺ ഓവർ കൂടി എറിഞ്ഞതോടെ 2 ഓവറിൽ 36 ഇക്വേഷൻ. നെക്സ്റ്റ് ഓവറിൽ 12 മാത്രം വിട്ടുകൊടുത്ത് ബോൾട്ട് റദർഫോർഡിനെ ഔട്ടാക്കിയതോടെ ലാസ്റ്റ് ഓവറിൽ 24 ടാർഗറ്റ്. അവിടെ 3 റൺസ് എടുക്കാൻ മാത്രമേ GTക്ക് സാധിച്ചുള്ളൂ. മലിംഗ, പൊള്ളാട് തുടങ്ങി MA കോച്ചിംഗ് സ്റ്റാഫ് മൊത്തം ഇന്നലെ ആനിമേറ്റഡ് ആയിരുന്നു. മലിംഗ ദേഷ്യപ്പെടുന്നത് വരെ മത്സരത്തിനിടയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ബ്രേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ആരുടേതാണെങ്കിലും അയാൾക്കാണ് മുംബൈയുടെ ഡ്രസ്സിംഗ് റൂമിൽ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കൊടുക്കേണ്ടത്. GTയെ നോക്കിയാൽ അവരുടെ ഗെയിം അവർ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത്. മോശം ഫീൽഡിംഗ്, കുശാൽ മെൻഡിസിന്റെ ഹിറ്റ് വിക്കറ്റ്, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുന്നു. എങ്കിലും ഗില്ലിന്റെയും ബട്ട്ലറുടെയും സഹായമില്ലാതെ ഈ ഗെയിം ശരിക്കും ജയിക്കാമെന്ന നിലയിലേക്ക് GT എത്തിച്ചിരുന്നു. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത മുംബൈ 228 എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ 208 നേടാനേ ഗുജറാത്തിന് സാധിച്ചുള്ളൂ.